ചോദ്യം എന്തായിരുന്നു? അത് പറഞ്ഞോ. ഞാനൊരു സിംഗറാണ്. അപ്പം എൻ്റെ പാട്ട് ശരിയാവാത്തതുകൊണ്ട് ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഇവരുടെ പാട്ട് ശരിയാവുന്നില്ല. ഇങ്ങനെ കാണുന്ന ക്ഷീണമൊന്നും വിചാരിക്കണ്ട, ഞങ്ങൾക്ക് ഭയങ്കര എനർജിയാണ്. ഈ 4 കുട്ടികളിൽ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള കുട്ടി ഇതാണോ? ഇടയ്ക്കൊക്കെ നമ്മൾ വിചാരിക്കും ഇത്രയും കുട്ടിത്തം വേണോ എന്ന് വിചാരിക്കുന്ന തോന്നിപ്പോകുന്ന ഒരു ഗ്രൂപ്പാണ്. ആദ്യത്തെ ഷോയിൽ ആദ്യത്തെ ചിരി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ആക്ച്വലി ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതുവരെ നമ്മൾ ബിക്കോസ് വി ആർ ഹാവിംഗ് ഫൺ, വി ആർ നോട്ട് റിയലി തിങ്കിങ് സോ മച്ച് അബൌട്ട് ഇറ്റ്. വൺസ് ഇതിൽ ഇനി ഒരിക്കലും ഇതിന്ന് പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല നമുക്ക്. എന്തൊരു ട്രാപ്പായിരുന്നു. ഇന്ന് പതിവ് പോലെ സിനിമാ വിശേഷങ്ങളല്ല, ഒരു നാടകത്തിൻ്റെ വിശേഷമാണ് പറയാനുള്ളത്. റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് വേർത്ത് കുറച്ച് പേര് നമ്മുടെ അടുത്ത് വന്നിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു കൃത്യമായി എനിക്ക് ആ നാടകത്തിൻ്റെ റിഹേഴ്സലിൻ്റെ ആ ഒരു മൂഡ് തന്നെ കിട്ടണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ബൈ ബൈ ബൈപ്പാസ് നാളെ കഴിഞ്ഞ് വേദിയിൽ കയറാൻ തയ്യാറെടുത്തിരിക്കുക. അപ്പം അതിൻ്റെ അതേ ചൂടിൽ ആ വേഷങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. രാജേഷേട്ടാ തുടങ്ങാം, പറയൂ നാടകത്തെ പറ്റി. ഞങ്ങളുടെ നാടകം ഇപ്പം ലാസ്റ്റ് സെറ്റ് ഓഫ് ഷോസ് ഇപ്പം 31-ാം തീയതിയും 1-ാം തീയതിയും കൊച്ചിയിൽ ഇപ്പൊ പിന്നെ 6 ഷോസ് കഴിഞ്ഞു. അപ്പൊ കൊച്ചിയിൽ ഈ സീസണിൽ നടക്കാൻ പോകുന്ന അവസാനത്തെ 2 ഷോസ് ആണ് ഇപ്പൊ 31-ാം തീയതി 1-ാം തീയതി നടക്കുന്നത്. അപ്പൊ അതിന്റെ ത്രില്ലിലാണ് ഇപ്പൊ കൊച്ചിയിലേക്കുള്ള പരിപാടികൾ ഇപ്പൊ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഞങ്ങൾ ഫുൾ എനർജിയിൽ ഈ ഷോസ് ചെയ്യാം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ കാണുന്ന ക്ഷീണമൊന്നും വിചാരിക്കണ്ട, ഞങ്ങൾക്ക് ഭയങ്കര എനർജിയാണ്. സ്റ്റേജിൽ അടിപൊളിയായിരിക്കും എന്നുള്ളതാണ്, തീയാണെന്ന്. അതെ, ഞങ്ങൾ തന്നെ എങ്ങനെ പറയാം. ഇതിന്റെ ഫുൾ കൺട്രോൾ എനിക്ക് തോന്നുന്നു ദർശനയാണ്. അപ്പൊ ദർശനയ്ക്ക് ഇപ്പൊ ഈ ടീമിനെ കൊണ്ടുപോകാൻ എങ്ങനെയുണ്ട്? എളുപ്പമാണോ? ഒട്ടും എളുപ്പമല്ല. മറ്റേ ഞാൻ പിള്ളേരെ പഠിപ്പിക്കും, ആ പിള്ളേരെ ഇങ്ങനെ മേച്ചു കൊണ്ടുവന്നതാണ് ഇതിലും എളുപ്പം. പക്ഷെ നല്ല പിള്ളേരാ. ഞങ്ങള് ഒരു കുറച്ച് കാലമായില്ല. സോ വി സ്റ്റാർട്ടഡ് സം ടൈം ഒക്ടോബർ നവംബർ ടൈമിലാണ് ഫസ്റ്റ് നമ്മൾ ഇതിങ്ങനെ ഒരു തോട്ട് വന്നതും. അതിലിങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ചെയ്യാം, ആരെയൊക്കെ വിളിക്കുക, എങ്ങനെയാ വിളിക്കുക എന്നൊക്കെ ഉള്ള തോട്ടിൽ വി സൈഡ് ഒക്കെ കുട്ടിത്തമുള്ള കുറച്ച് ആൾക്കാർ വേണം, യങ് അറ്റ് ഹാർട്ട് ആയിരിക്കണം. അപ്പൊ അതായിരുന്നു മെയിൻ റോഷന്റെ ക്രൈറ്റീരിയ. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പിന് ഇത്രയും കുട്ടിത്തം ഒരുമിച്ച് ഉണ്ടാവും. ആ സമയത്ത് ആക്ച്വലി ചെറിയൊരു ഒരു 16 പേരോ 12 പേരോ അങ്ങനെയാണെന്ന് വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് ആക്ടേഴ്സ് വിളിക്കാം, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് പ്ലേ എങ്ങനെയാ വർക്ക് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ഐഡിയയിലായിരുന്നു. അതിൽ നിന്ന് അന്ന് വന്ന ഗ്രൂപ്പ് എല്ലാരും തന്നെ ഇവിടെ ഉണ്ട്. അതല്ലാതെ അന്ന് വർക്ക്ഷോപ്പിൽ ഇല്ലാത്ത രാജേഷും അശ്വതിയും ആണ് പിന്നെ ഉള്ളത്. പിന്നെ മ്യൂസിക് ചെയ്യുന്ന വർക്കി, ഗൗതം, അനൂപ് വർക്ക്ഷോപ്പിനുണ്ടായിരുന്നു. അനൂപ് മ്യൂസിക് ആൻഡ് ആക്ടർ ആൻഡ് മെനി തിങ്സ് ആയതുകൊണ്ട് ഹി ഈസ് പ്രിറ്റി മച്ച് ദെയർ ഓൾ ദ ടൈം. അപ്പൊ അങ്ങനെയാണ് ഈ ഗ്രൂപ്പിനെ കൂട്ടിയതും. ലൈക്ക് നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം ഫുള്ളി മീറ്റ് ചെയ്ത് ഇടയ്ക്കൊക്കെ നമ്മൾ വിചാരിക്കും ഇത്രയും കുട്ടിത്തം വേണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു ഗ്രൂപ്പാണ്. പക്ഷെ ഐ തിങ്ക് ദ ഹാർട്ട് ഓഫ് ദ പ്ലേ ആൻഡ് എവറിത്തിങ് ദാറ്റ്സ് ഹാപ്പനിങ് ഹിയർ ഈ ചൈൽഡ് ലൈക്ക് എനർജി, ആൻഡ് അതുകൊണ്ടാണ് ഇത്രയും ഷോസ് ഇങ്ങനെ പോയതും നന്നായിട്ട് പോയതും. hopefully that will make us and that will drive us for the next set of shows also. ശാന്തി, എവരി നോർമൽ ഫാമിലി തൊട്ട് ഉള്ള ടീമാണ് ശാന്തി. അതിലേക്ക് കുറച്ചധികം ആളുകൾ വരികയാണ്, വീണ്ടും അവരോട് കുട്ടികളെ പോലെ അല്ലെങ്കിൽ അവർ ഭയങ്കരമായ കൂട്ടത്തിൽ നിന്നുകൊണ്ട് സഹകരിച്ച് പോകേണ്ടി വരുവാണ്. സിനിമയിൽ നിന്ന് വ്യത്യാസമായിട്ട് നിൽക്കുമ്പോൾ ഇത് വളരെ ചെറിയ കൂട്ടങ്ങൾ സംഭവിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നാടകങ്ങളുടെ. എങ്ങനെയാണ് ഇപ്പം ഈ ഒരു ടീമിൻ്റെ ഒരു സ്വഭാവം? എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇങ്ങനെ പിന്നെയും നാടകം ചെയ്യാൻ പോകുന്നത് റോഷൻ പറഞ്ഞപ്പോൾ തന്നെ. പിന്നെ ഇതിന്റെ കഥ മുമ്പ് റോഷൻ പല തവണയായിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, കാരണം എല്ലാവർക്കും ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു.
we all have lost homes at some point and we all have felt at home with people more than places. അപ്പോൾ ആ ഒരു തീം ഭയങ്കരമായിട്ട് റെസണേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു പ്ലേ, അതും കുട്ടികൾ മെയിൻ കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു പ്ലേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള കാരണം എനിക്ക് കുറേ പേര് നല്ല പരിചയമുണ്ട്. സോ ഇറ്റ് വാസ് റിയലി നൈസ് ടു ഗെറ്റ് ബാക്ക് ടുഗദർ. പിന്നെ പുതിയ ആൾക്കാർ വരുമ്പോൾ ഒരു പുതിയ എനർജി വരും. ഇതിലൂടെ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഏറ്റവും വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് തന്നെയാണ്. വി ഫോം സച്ച് ബ്യൂട്ടിഫുൾ ബോൺഡ്സ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ആവശ്യം. അപ്പോൾ സിനിമ മാത്രമല്ല, എല്ലാവർക്കും ഈ പെർഫോം ചെയ്യാനുള്ള എനർജി ഉള്ളത് കാരണം അത് യൂസ് ചെയ്യാതെ ഇരിക്കുമ്പോൾ എല്ലാവരും ഇച്ചിരി ഡിസ്ട്രക്റ്റീവ് ആവും, ഡയറക്റ്റഡ് ടുവേർഡ്സ് ആർ സെൽസ്. അപ്പോൾ അതിനൊരു നല്ലൊരു ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ്. സോ യു ആർ ഓൾ ലൈക്ക് ത്രിൽഡ് ദാറ്റ് വി മാനേജ് ടു ഗെറ്റ് ഫ്രം ഒക്ടോബർ ടു ജൂൺ ടുഗദർ. നിൽജത്തിൽ ഏറ്റവും അവസാനം വന്നു വിട്ട ആളാണല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടീമിൽ, ഇവരുടെ ഒരു ടീമിൽ, എവരി നോർമൽ ഫാമിലി എന്ന് പറയുന്ന ടീമിലേക്ക് ഒടുവിൽ ഞാൻ നോക്കിയപ്പോൾ നിൽജയെ ഈ ഒരു നാടക ട്രൂപ്പിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര, നാടക ട്രൂപ്പ് എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ആണല്ലോ, ആ ട്രൂപ്പിലേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ നാടകം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയുണ്ട്? നാടകം ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇതിന് മുന്നേയും റോഷൻ ഇതുപോലെ വിളിച്ചിരുന്നു. അപ്പം നമ്മൾ പക്ഷെ അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഒരു 2-3 വീക്സിന് ശേഷം അത് ബ്രേക്കായി. അങ്ങനെ ഈ നാടകത്തിലേക്ക് വിളിച്ചപ്പം തുടക്കത്തിലുള്ള ഇപ്പം എക്സസൈസസ് ഒക്കെ ഉണ്ട് ഒരുപാട്. ഇപ്പം കുറേ ഗെയിംസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ സൗണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സീൻസൊക്കെ തന്നിട്ട് ഇംപ്രൂവ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ടീമായിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഒരു പുതിയ അനുഭവമാണ്. നല്ല രസമുണ്ടല്ലോ, ഇങ്ങനെ വരുന്നത്. അപ്പോൾ പക്ഷേ ഇതെങ്ങനെ ഒരു നാടകമായിട്ട് രൂപപ്പെടുന്നതെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് എന്താ പറയുക, ഒരു പൂ വിരിയുന്നത് പോലെ എന്താ പറയുക, ഓരോ സ്റ്റെപ്പായിട്ട് ഉണ്ടായി വന്ന് അതിനകത്തൊരു പാട്ടും ബ്ലെൻഡായി അങ്ങനെ മൊത്തത്തിലൊരു കഥ, അത്തിമുട്ടിൽ ഫാമിലിയുടെ ഒരു കഥയായിട്ട് രൂപപ്പെട്ട് വന്ന് അതിനകത്തൊരു വൺ ഓഫ് ദ ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ആൻഡ് അത് ലൈവായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്തപ്പോൾ ആളുകളുടെ റിയാക്ഷൻ, അത് കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻ, ഇതെല്ലാം കണ്ടപ്പം ഭയങ്കര ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനത് എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്ക്. കാരണം ഇപ്പോൾ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ഇല്ലയെന്നല്ല, സിൽവർ സ്ക്രീനിൽ കാണുമ്പോൾ ഒക്കെ സന്തോഷമുണ്ട്. പക്ഷേ ഇത് നമ്മൾ ലൈവായിട്ട് പെർഫോം ചെയ്യുന്ന ആ ഒരു 1.5 മണിക്കൂർ വേറൊരു എനർജിയാണ്. നമുക്കില്ലാത്തൊരു എനർജി എവിടുന്നോ വന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന പോലെ അതൊരു ഭാഗ്യമായിട്ട് കൂടെ ഞാൻ കരുതുന്നത്. ഈ നാടകത്തിൽ ഫസ്റ്റ് ടൈം ഇതിൽ ആരൊക്കെയാണ് ഉള്ളത്? ദേവകി, ഞാൻ, സൽമാൻ എനിക്ക് പരിചയമുണ്ട്. നമ്മളൊരു ഷോർട്ട് ഫിലിമിൽ സംസാരിച്ചിട്ടുണ്ട്. സൽമാൻ, അതെ, ബാക്കി വന്നതിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് ടൈം വേദിയിൽ നിന്ന് പെർഫോം ചെയ്തതിന് ശേഷം ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ കിട്ടിയ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അത് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര രസം തോന്നിയൊരു സംഭവമാണ്. അത് നിങ്ങൾക്ക് സ്റ്റേജിൽ നിന്ന് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്നുള്ളത് എനിക്ക് അറിയണമെന്നുണ്ട്. ബിയോണ്ട് വേർഡ്സ് ആണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാവില്ല. പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യാണ് നാടകം. തുടക്കത്തിൽ നമുക്ക് നാടകത്തോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ വന്ന് വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്തു. നാടകം എങ്ങനെ തുടങ്ങുന്നു, എങ്ങനെ പഠിക്കുന്നു. അപ്പോൾ റോഷൻ ഒരു ഇതാണ് നമ്മളുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നു. ഓരോ ദിവസവും നാടകം കഴിയുമ്പോഴും എനിക്ക് കുറച്ച് സമയം തരും സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ സംശയങ്ങൾ തീർത്താണ് കുറേ നാൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 3 മാസം ഈ ഒരു രസം ഉണ്ടായിരുന്നു. സംശയങ്ങൾ ഇങ്ങനെ, എന്നിട്ട് എനിക്ക് കൺഫ്യൂഷൻ വരും. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ചോദിക്കും എനിക്ക് കുറച്ച് സംശയമുണ്ട് ചോദിക്കാന്ന് പറയുമ്പോൾ തീരാത്ത സംശയം. അതെ, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വൺസ് നമ്മൾ ഇതിൽ ഇന്നായി കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് എത്രത്തോളം നമ്മൾ എക്സൈറ്റഡ് ആവുന്നു, എത്രത്തോളം നമുക്ക് അതിലൊരു സന്തോഷം കിട്ടുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വൺസ് ഇതിൽ ഇനി ഒരിക്കലും ഇതിന്ന് പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ട്രാപ്പായിരുന്നു ആദ്യം. ആ സ്റ്റാൻഡിങ് ഒവേഷനിൽ ഭയങ്കരമായ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഇത് പങ്കുവെക്കാൻ ആർക്കെങ്കിലും ഉണ്ടോ? ഈ ട്രാപ്പിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഫസ്റ്റ് ഡേ ഷോ കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ വന്ന് സംസാരിക്കുന്നതേ, അപ്പം എനിക്കതിങ്ങനെ വേറെ ഇതിലെ കൂടെയോ അതിങ്ങനെ പോകുന്നത്. അതെനിക്കിങ്ങനെ കുറേ കഴിഞ്ഞിട്ട് എനിക്കിത് പ്രോസസ്സായേ. അപ്പം ഞാൻ അന്ന് സംസാരിച്ചത് ആരൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മ പോലും കിട്ടിയില്ല. എന്നിട്ട് പിറ്റേ ദിവസം ചാറ്റ് ചെയ്തപ്പോഴും ചില ആൾക്കാരൊക്കെ ഇന്നലെ നേരിട്ട് വന്ന് സംസാരിച്ചായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. ബിക്കോസ് അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. ഞാനിങ്ങനെ ഭയങ്കര ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ ആൾക്കാരൊക്കെ എന്തൊക്കെയോ സംസാരിക്കുവാണല്ലോ പറയുന്നത്, ഇങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ ഒഴുകിപ്പോയി. അങ്ങനെ ഒരു അനുഭവമായിരുന്നു ഫസ്റ്റ് ഡേ എനിക്ക് തോന്നി. രാജേഷേട്ടാ, എങ്ങനെയാ ഈ വേദിയിൽ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഉള്ള സഡൻ ഒരു റിയാക്ഷനിൽ എന്താ എക്സ്പീരിയൻസ്? പിന്നെ നാടക
നാടകത്തിൻ്റെ ഓഡിയൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ആദ്യത്തെ 2 ഷോക്ക്. അപ്പോൾ ഞാനത് അങ്ങനെ ആസ്വദിച്ചിട്ട് കണ്ട നാടകമാണ്. എനിക്കിതിൽ സ്റ്റേജിൽ കയറാൻ പിന്നെ എന്താ ചാൻസ് ഇല്ലാന്നുണ്ടെങ്കിലും എനിക്കിതിനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് എത്ര പ്രാവശ്യം കണ്ടു കഴിഞ്ഞാലും എനിക്ക് ഇതിപ്പോൾ ഞാൻ കളിക്കുന്നതുകൊണ്ട് പറയുന്നതല്ല, ഞാൻ 2 പ്രാവശ്യം കണ്ടതുകൊണ്ട് പറയാം. എനിക്ക് എത്ര പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു നാടകമാണിത്. അപ്പോൾ ഞങ്ങൾ എന്താ AVNFൻ്റെ സമയത്താണ് ഇത് ഇങ്ങനെ ഒരു കൗളിൻ്റെ റിസപ്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കുറച്ചും കൂടി മറ്റേ എന്താ ഇഷ്ടപ്പെടുന്നത് കൂടാതെ ആൾക്കാർക്ക് ചെറുതായിട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. അതൊക്കെ അത് നമുക്ക് കാണാം. ഇങ്ങനെ മിന്നും. അതാ അത് ഭയങ്കര സ്നേഹത്തോടെയാണ് ആൾക്കാർ തിരിച്ച് ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതൊക്കെ. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, നമ്മളെ തൊടും. പിന്നെ നമ്മളിത് വർക്ക് ചെയ്ത ഒരു 3 മാസം വർക്ക്ഷോപ്പും റിഹേഴ്സലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ ആസ് എ ഗ്രൂപ്പ് വി ഹാഡ് ഗ്രേറ്റ് ഫൺ ഡിവൈസിങ് ദ പ്ലേ. ഇത് ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് വന്ന ഒരു പ്ലേ അല്ല. നമ്മളെല്ലാവരും ഇങ്ങനെ റോഷൻ ഓരോ സിറ്റുവേഷൻസ് ഞങ്ങൾക്ക് തരും, ഞങ്ങൾ ഗ്രൂപ്പ്സായിട്ട് തിരിച്ചിട്ട് ഇംപ്രൂവൈസ് ചെയ്യും. അതിൽ നിന്ന് വർക്ക് ആവുന്ന എലമെൻറ്റ്സ് എടുത്തിട്ട് പിന്നെ അതിൽ നിന്നാണ് പ്ലേയുടെ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ആയത്. അപ്പോഴും ഞങ്ങൾക്ക് വി ആർ ഹാവിങ് ഫൺ. നമ്മളുടെ ഹ്യൂമർ സെൻസിനോടൊക്കെ മാച്ച് ചെയ്യുന്ന സാധനമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ആദ്യത്തെ ഷോയിൽ ആദ്യത്തെ ചിരി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ആക്ച്വലി ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ ബിക്കോസ് വി ആർ ഹാവിങ് ഫൺ, വി ആർ നോട്ട് റിയലി തിങ്കിങ് സോ മച്ച് അബൌട്ട് ഇറ്റ്. അത് കഴിഞ്ഞപ്പോൾ ആ ചിരി വീഴാൻ തുടങ്ങിയപ്പോൾ വി റിയലൈസ് ദാറ്റ് ഓക്കെ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഫൺ ഫോർ അസ്, ഇറ്റ്സ് ആക്ച്വലി എന്റർടൈനിങ് ഫോർ ദി ഓഡിയൻസ് ഓൾസോ. അപ്പോൾ ദാറ്റ് വാസ് എ ഗ്രേറ്റ് മൊമെന്റ്. ഇതിൽ ശരിക്കും അഭിനയിക്കുന്ന താല്പര്യം ഉണ്ടായിരുന്ന ആളെ നിങ്ങൾ പിടിച്ച് സംവിധായകനാക്കി. ഇപ്പൊ സംവിധായകന് തലേന്ന് ഓട്ടം കാരണം കൊണ്ട് ഇവിടെ വന്നിരിക്കാൻ പോലും പറ്റുന്നില്ല. അത് അദ്ദേഹത്തിൽ തന്നെ കേൾക്കണം എന്നുണ്ടായിരുന്നു. എങ്കിലും ഇനി അശ്വതിയിൽ സംസാരിക്കാൻ തോന്നുന്നു. ഈ ഒരു ടീമിന്റെ ഒടുവിലെത്തിയ ഒരാളുടെ ലിസ്റ്റിലുള്ള ഒരാളാണല്ലോ അശ്വതി. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു ഒടുവിലെന്നൊന്നും ഞാൻ പറയാൻ സമ്മതിക്കത്തില്ല. കാരണം വർക്ക്ഷോപ്പ് 2 ദിവസം ഇല്ലായിരുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കുരുത്തം കെട്ട കുട്ടിയാണ് വർക്ക്ഷോപ്പ്. കുറച്ച് ദിവസം റിഹേഴ്സൽ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ആക്ച്വലി സ്പേസ് കാണാൻ പോയതാണ്. ഈ കൊച്ചിനെ അശ്വതിയുടെ സ്പേസ് കാണാൻ പോയതാണ്. അവിടെ പോയി കണ്ടിട്ട് ഞങ്ങൾക്ക് അശ്വതിനെ ഇഷ്ടപ്പെട്ടിട്ട് സ്പേസ് എടുത്തില്ല, അശ്വതിനെ എടുത്തിട്ട് അതായിരുന്നു. ശരിക്കും അങ്ങനെയായിരുന്നു. ഞാനൊന്നും ചോദിച്ചില്ല, ഞാൻ പറയാ വരാന്ന് പറഞ്ഞു. അടുത്ത ദിവസം ചെന്നു. ഈ 4 കുട്ടികളിൽ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള കുട്ടി ഇതാണോ? ആണല്ലേ? ചേച്ചിയാ, മൂത്ത കുട്ടിയാ. എല്ലാ കുരുത്തക്കേടിനും നേതൃത്വം കൊടുക്കണം. അതെ 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 എക്സാക്ട്ലി. ചോദ്യം എന്തായിരുന്നു? അത് പറഞ്ഞോ ചോദ്യം എന്താ? എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയാ. എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ ഒരു ട്രെയിലർ കണ്ടു. അതില് ഇങ്ങനെ വെടിവെക്കുന്നു, ബോംബിട്ട് എറിയുന്നു. അതിലൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്രഷൻ ഇടുന്നതും ബോംബ് എറിയുന്നതും ഇയാളാണ്. എക്സ്പീരിയൻസ് പറയുമ്പോൾ പല ലെവൽസിലുണ്ട്. ഇപ്പം ആസ് ആൻ ആക്ടർ കുട്ടിയായിട്ട് അഭിനയിക്കുന്നു, അപ്പം അതിന്റെ ഭയങ്കരമായ എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു, അയ്യോ ഞാൻ ഇങ്ങനെ ഒരു 10 വയസ്സുള്ള കുട്ടി ആൾക്കാരെ ആലോചിക്കും കളിയാക്കുവോ അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ അടിപൊളി, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എന്നോട് കിട്ടില്ലല്ലോ ഒരു ചാൻസ്, അപ്പൊ അത് ചെയ്യാം. അങ്ങനെ അപ്പൊ അത് അഭിനയിക്കുന്നതിന് ഭയങ്കരമായ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ റോഷൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ടാസ്കുകൾ, എക്സസൈസുകൾ തരും ഇതിലേക്ക് എത്താൻ. അപ്പൊ ആ പ്രോസസ്സ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത ഒരാളാണ്. അതുപോലെ തന്നെ രണ്ടാമത് ചെറുപ്പം തൊട്ട് എനിക്ക് ഗ്രൂപ്പ്സ്, എനിക്കിപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. സോളോ ഐറ്റങ്ങളുണ്ട്, നമുക്ക് കലാതിൽ കാണണമല്ലോ, പക്ഷെ ഗ്രൂപ്പ് ഡാൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വീട്ടിൽ വഴക്ക് പറഞ്ഞാലും എത്ര ടയർഡ് ആണെങ്കിലും എനിക്ക് ഗ്രൂപ്പ് ഡാൻസ് വേണം. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് കൊച്ചിയിൽ വന്നിട്ട് ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവാൻ. അപ്പൊ നമ്മളെന്നും കുറെ ഗെയിംസ് കളിക്കുന്നു. ചെറുപ്പത്തിൽ നമ്മൾ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുമല്ലോ അച്ഛനെയും അമ്മയും, ആ പരിപാടിയാണ് ഞങ്ങൾ എന്നും ചെയ്യുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കളിക്കുക എന്നുള്ളതാണ് മെയിൻ. അപ്പം ആസ് എൻ ആക്ടർ ആൻഡ് ആസ് ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഐ എം പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി. ഭയങ്കര സന്തോഷാണ്. അലമ്പുണ്ട്, അങ്ങനെ
എനിക്കിനി ഓരോരുത്തരുടെയും കഥാപാത്രങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇത് കുട്ടിയാണെന്ന് അറിയാം. ഇതില് കുട്ടി, ഇതാ കുട്ടി, ശാന്തി കുട്ടി, സഞ്ജി കുട്ടി. അല്ല അല്ലേ? കുട്ടികളെല്ലാം കൈവക്കും. ഞങ്ങൾ 3 കസിൻസ്. മൈക്കിൽ പറഞ്ഞോളൂ, ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടുത്തുക. ഞങ്ങൾ 3 കസിൻസ്, ഇന്നാച്ചി, തുമ്പി, കുഞ്ഞിലി. ഞങ്ങള് ഇവനെ നന്ദുവിനെ പരിചയപ്പെടുന്നതാണ്. അപ്പൊ എന്നിട്ട് ഈ 3 പേരുടെയാണ്, ഈ 4 പിള്ളേരുടെയാണ് ഫോളോ ചെയ്യുന്ന കഥ. ബാക്കി എല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സിനും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. രാജേഷ്. എന്റെ ക്യാരക്ടർ അമ്മച്ചി, ഇതിനകത്തെ ഒറോത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഗ്രാൻഡ് മദർ. ആൻഡ് ഇത് അയ്യോ ഇവരുടെയൊക്കെ എത്ര ക്യാരക്ടർ ഉണ്ട്, എത്ര പറയും. അതാണ് നമ്മൾ ഡ്രാമേന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. രവിചേട്ടൻ അച്ചായനാണ്. കേട്ടില്ല. അത്തിമുട്ടിൽ ഫാമിലിയിലെ അച്ചാച്ചൻ. പിന്നെ ഇത് അമ്മച്ചി. പറമ്പിലെ ചേട്ടനുമാണ്. പിന്നെ അപ്പുറത്തെ പറമ്പിലെ ചേട്ടനാണ്. ബസ്സിൽ പോകുന്ന യാത്രക്കാരനാണ്. പിന്നെ സർവേയർ ആണ്. ഒരുപാട് ക്യാരക്ടേഴ്സ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ചില ആൾക്കാർ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ സൽമാൻ ക്യാരക്ടറും കണ്ടു. അതെ. അതിന് ഞാൻ ഇവരുടെ രക്ഷകനായിട്ട് വരുന്നൊരു വക്കീൽ, എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരാൾ. പിന്നെ പല 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 ക്യാരക്ടേഴ്സ്. എനിക്ക് ഇതിന്റെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടറായി പറയുന്ന ആദ്യം ഒരു താടി വെച്ച് ആദ്യം വരിക, പിന്നെ താടി മാറ്റിയിട്ട് തോർത്തിട്ട് വരിക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് രൂപം മാറി വരാമെന്നൊരു പതിവുണ്ടല്ലോ. എങ്ങനെയുണ്ടാവും ഒരു എക്സ്പീരിയൻസ്? നല്ല രസമാണ്. ഞങ്ങള് നമ്മൾ ഈ വേറെ വേറെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നവർ കുറച്ച് സജസ്റ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്. നിങ്ങൾക്ക് ഡ്രസ് കോസ്റ്റ്യൂമിലാണല്ലേ കൂടുതലും കോസ്റ്റ്യൂമിന് ഒരു ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ അത് വെച്ച് പിടിക്കുക. പിന്നെ ചെറിയ പ്രോപ്സ്, ഒരു കണ്ണാടി മാറ്റുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ, തുപ്പിയിടുക. സജസ്റ്റീവ് ആണ്. പക്ഷേ വേറെ വേറെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ മാറി മാറി കളിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു നാടകം ചെയ്യുമ്പം ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ നല്ല എൻജോയബിൾ ആണ്. പ്രധാന മാറ്റം എന്തായിരിക്കും? ആദ്യത്തെ ക്യാരക്ടറിൽ നിന്ന് രണ്ടാമത്തെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഏജ് ഡിഫറൻസോ അങ്ങനെ എന്തൊക്കെ മാറ്റം? പലതരം ഡിഫറൻസും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ക്യാരക്ടേഴ്സും ആണ്. പല ഭാഷയിലും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അത് നല്ല രസമാണ്, എൻജോയ് ചെയ്ത് ചെയ്യാൻ നല്ല രസമാണ്. ഈ 10 വയസ്സുള്ള കുട്ടികളായിട്ട് നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന നാടകങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റിൽ എപ്പോഴെങ്കിലും ഇത് മറ്റുള്ളവർ കാണുമ്പോൾ ക്രിഞ്ച് അടിക്കുമോ അല്ലെങ്കിൽ അലോസരപ്പെടുത്തുമോ എന്നൊരു സംശയം തോന്നിയിട്ടുണ്ടോ? ആണോ? ഉണ്ട്. ആ ടെൻഷനും ആ ചലഞ്ചും ആദ്യമേ തൊട്ടേ ഉണ്ടായിരുന്നു. അതെങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു ഒരു കണ്ടിന്യൂസ് തോട്ട്. പിന്നെ ഈ 4 കുട്ടികളിൽ കുറച്ചൊരു മണ്ടത്തരവും അല്ലെങ്കിൽ കുറച്ചൊന്ന് ഫ്യൂസ് പോയ ക്യാരക്ടറാണ് ഈ കുഞ്ഞിരിയുടെ. അപ്പൊ അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഈ പറയുന്നത് പോലെ പറയാനാണ് സഞ്ജുവിന് ബുദ്ധിമുട്ട്. ആക്ച്വലി അത് വളരെ എളുപ്പമാണ് സഞ്ജു. അപ്പൊ അതുകൊണ്ട് അപ്പൊ കുട്ടികളാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഫിസിക്കലി ഞാനിതൊന്നും അംഗീകരിക്കുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും അംഗീകരിക്കാണ്ട് മുന്നോട്ട് പറയുകയാണെങ്കിൽ ഫിസിക്കലി നമ്മൾ എംബോഡി ചെയ്യണം. ആ കുട്ടിയുടെ എനർജി ആണെങ്കിലും മാനറിസംസ് ആണെങ്കിലും. ഞാൻ അങ്ങനെ ഫിസിക്കാലിറ്റിയിലും വോയിസിലും ഒക്കെ അത് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും എന്നുള്ള ഒരു നൂലിന്മേൽ കളിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ഷോയിൽ നമ്മൾ ആ ട്രാക്കിൽ നല്ലോണം വീഴും, ചില ഷോയിൽ ചിലപ്പോൾ കിട്ടിയില്ലാത്ത അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ എത്തിപ്പിടിക്കാമെന്നുള്ള ഒരു കണ്ടിന്യൂസ് ജേർണിയാണ്. അതൊരിക്കലും അത് കിട്ടി എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇതിങ്ങനെ ഒരു സ്റ്റേജിലുള്ള കുട്ടി മാത്രമല്ല, ഞങ്ങളിങ്ങനെ ഒരു 3 സമ്മർ വെക്കേഷൻസ് മാറി വരുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ്യൂംസ് ഒബ്വിയസ്ലി ഹെൽപ്സ് അസ്, ചെറിയ ചെറിയ കോസ്റ്റ്യൂം ചേഞ്ചസ്. പക്ഷെ ആ 3 ഇതിലും എങ്ങനെ നമുക്കൊന്ന് ഡെഫിനിറ്റീവായിട്ട് ആ ക്യാരക്ടർ ചേഞ്ചസ് പിടിക്കാം എന്നുള്ളത് ഭയങ്കര ചലഞ്ചാണ്. അതിന് അവസാനം ഞങ്ങൾ അഡൾട്ടായിട്ടും എത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സാധനം ചലഞ്ചിങ്ങും ആണ്. പക്ഷെ അത് കിട്ടി വരുന്ന ദിവസങ്ങൾ ഭയങ്കര അടിപൊളിയാണ്. രാജേഷേട്ടാ, ഒരു ഡയറക്ടർ എന്ന നിലയിൽ റോഷൻ എങ്ങനെയുണ്ട്? ഭയങ്കര പൊളിയാണ്. റോഷൻ ഇവിടെ ഇല്ലാത്തോണ്ട് പറയാം, ഇല്ലാത്തോണ്ട് നന്നായിട്ട് പറയാം. അല്ലെങ്കിൽ റോഷൻ ദൂരത്ത് നിന്ന് നോക്കിട്ട് ഡയറക്ടർ എന്നല്ല റോഷൻ പറയാ, ഫെസിലിറ്റേറ്റർ അല്ലേ? അതാണ് റോഷന്റെ വാക്ക്. ആക്ച്വലി ഞാൻ വേറെ
എനിക്ക് ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അനൂപാണ്, അനൂപിന് വേറെ ലുക്കിൻ്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് ഒരു അവസരം കിട്ടിയതാണ്. ആക്ച്വലി ഞാൻ അനൂപിൻ്റെ എനിക്ക് ലുക്കില്ലെന്നാണ് അങ്ങനൊരു സിനിമക്ക് വേണ്ടിയിട്ട് ലുക്ക് അങ്ങനെ പിടിച്ചിരിക്കുന്ന ലുക്കൊക്കെ ഓക്കെയാണ്. അത് ലുക്ക് കൂടിപ്പോയി എൻ്റെ കുഴപ്പം. അത് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നില്ല, അതിൻ്റെ ഒരു പ്രശ്നം. ഒരാൾ മാത്രം ഭയങ്കര ലുക്ക്, അങ്ങനെ അങ്ങനെ ആക്ച്വലി ഈ ടീമിൻ്റെ കൂടെ അങ്ങനെ വന്ന് നിൽക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ആക്ച്വലി ഞാൻ അഭിനയിച്ച് തുടങ്ങുന്ന സമയത്താണ് ഞാൻ AVNF ചെയ്തത്. AVNF ചെയ്തത് എനിക്ക് ആസ് ആൻ ആക്ടർ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇത് ചെയ്യാൻ തീരുമാനിച്ചത്. അതിനൊക്കെ കാരണം പിന്നെ റോഷൻ്റെ പ്രോസസ്സാണ്. ഭയങ്കര നമ്മുടെ ഉള്ളിലുള്ള പിന്നെ ചോദ്യങ്ങൾ, ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള നമ്മളുടെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസിനെ നിരന്തരമായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ പിന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിന് ആൻസർ നമ്മളെ കൊണ്ട് തന്നെ കണ്ടെത്തിപ്പിച്ച് അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് മുമ്പിലോട്ട് പോകുന്നത്. ഇപ്പം എന്താ, റോഷൻ ഒരിക്കലും അഭിനയിച്ച് കാണിക്കില്ല, പക്ഷെ നമ്മളെ കൊണ്ട് അത് ഉത്തരങ്ങൾ കണ്ടുപിടിപ്പിക്കും. എല്ലാവർക്കും വേറെ കുറേ പറയാനുണ്ടാവും കേട്ടോ ആ പ്രോസസ്സിനെ കുറിച്ചിട്ട്. ഞാൻ മാത്രമല്ലാതെ പറയാത്തവര് പറയാം. നോക്കിനി റോഷനും ഞാനും സഞ്ജയ് ഒരുമിച്ച് പഠിച്ച കോളേജിൽ. അപ്പം അന്ന് തൊട്ടേ എനിക്ക് ഈ നാടകഭ്രാന്ത് കയറിയിട്ട് ഞാൻ ഈ റോഷൻ തന്നെ ഇവരെ കണ്ടിട്ട് എനിക്ക് ഇതിലൊരു ഭാഗമാണ് എന്ന് പറഞ്ഞ് പുറകെ നടന്ന് കൈയും കാര്യം പിടിച്ചിട്ട് ബാക്ക് സ്റ്റേജിൽ കൂടെ കയറി ഞാൻ സ്റ്റേജിൽ കയറിയതാണ്. അങ്ങനെയുള്ള റോഷൻ അന്ന് തൊട്ടുള്ള എനിക്ക് ഈ റോഷൻ്റെ പ്രോസസ്സിനോട് പറയുമെങ്കിൽ ആദ്യമൊക്കെ റോഷൻ ഈ തുടങ്ങിയ സമയത്ത് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കാണിച്ചേക്കാൻ എനിക്ക് ഞാൻ പറഞ്ഞു റോഷൻ കാണിച്ചെന്നു, ഞാൻ അതുപോലെ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോഴത്തേക്കും പിന്നെ ഇത് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, അത് നമ്മുടെ തോട്ട് മാത്രം പുള്ളി കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്ത് തരും. ആ തോട്ടിനെ നമ്മൾ കറക്റ്റായി പിടിച്ച് അതിനെ ഡിസ്കവർ ചെയ്യാനാണ് പുള്ളി എപ്പോഴും ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സാധനം, അല്ലെങ്കിൽ പിക്കുവാണ് ഇതിൻ്റെ അകത്ത് ഈ ക്യാരക്ടറിന് ഒരുപാട് സാധനങ്ങൾ, അനുവാണ് ഈ നന്ദു എന്ന ക്യാരക്ടറിനെ ഒരുപാട് ഡിസ്കവർ ചെയ്തത് എന്തുവാണ് ആദ്യം ചെയ്ത് അത് പിക്കുവാണ് ആദ്യം ചെയ്തു തുടങ്ങിയത്. അപ്പോൾ പിക്കു ചെയ്തിരുന്ന കുറേ വേർഷൻസും കറക്റ്റാണ്, ഞാൻ ചെയ്യുന്ന കുറേ വേർഷൻസും കറക്റ്റാണ്, ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ്. ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്യേണ്ട തോട്ട് മാത്രമാണെന്നുള്ളതാണ് റോഷൻ്റെ ഒരു പ്രോസസ്സ്. അത് ഭയങ്കര ഒരു ഓരോരുത്തരും ചെയ്യുമ്പോഴും ഓരോ സാധനമായിരിക്കും, അതെല്ലാം ശരിയുമാണ്. അത് ഭയങ്കര ഒരു നല്ലൊരു പ്രോസസ്സാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞ പിക്കു അഥവാ അനൂപ് ഈ ഒരു ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണെന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ഇവരുടെ നമ്മളെല്ലാവരും ഈ ടീമിൽ തുല്യ പ്രാധാന്യമുള്ള ആൾക്കാരാണ് എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ അത് അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി അങ്ങനെ. അപ്പോൾ ഈ ക്യാമ്പിൽ ആദ്യം തൊട്ടേ ഉണ്ട്. ലുട്ടാപ്പി 2 ദിവസം വന്നില്ല, ഞാൻ 10 ദിവസം വന്നില്ല, അത്ര വ്യത്യാസമുണ്ട്. പക്ഷെ പിന്നെ അതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ആക്ടറായിട്ടും പിന്നെ വർക്കിയുടെ കൂടെ ഇതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്യാനും നിന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവർക്ക് വോക്കൽ കോച്ചാണ്, ഞാനൊരു സിംഗറാണ്. അപ്പം എൻ്റെ പാട്ട് ശരിയാവാത്തതുകൊണ്ട് ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ ഇവരുടെ പാട്ട് ശരിയാവുന്നില്ല അങ്ങനെ. അപ്പം തുടക്കത്തിൽ ഇപ്പം നന്ദുവിനും കൊച്ചുകുട്ടി എന്നുള്ള 2 കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു. പിന്നെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് കുറച്ച് ലുക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ അകത്ത് ഒറോദ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ളൊരു അത്രയ്ക്ക് പ്രായം ഉണ്ടെന്നാണ് ഊഹിച്ചത് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഈ ജോക്കിന് ഞാൻ പിന്നെ ചിരിക്കാം. അതെ, നാടകം കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഭയങ്കര കാതലായ ഒരു കഥാപാത്രമാണ് അദ്ദേഹം. എനിക്ക് പിന്നെ അറിയേണ്ടത് ഈ സിനിമയിലെ മ്യൂസിക് അല്ല നാടകത്തിലെ മ്യൂസിക്, അത് ഭയങ്കര വേറൊരു തരത്തിൽ വരേണ്ട ഒരു സാധനമാണ്. അതിനെ എങ്ങനെയാ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞുതരോ? ഒന്നും ഒരു ഐഡിയ ഇല്ല, ഒന്ന് പറഞ്ഞുതരോ തുടക്കം തൊട്ട്. ആക്ച്വലി ഇതിനു മുമ്പ് ഒരു സീരീസ് ചെയ്ത് ഫുൾ ടൈം സ്റ്റുഡിയോയിലിരുന്ന് അവിടെ നിന്ന് ഈ ഗ്രൂപ്പിലേക്ക് വന്നത് ആക്ച്വലി ഭയങ്കര ഗ്രേറ്റ്ഫുള്ളും ഭയങ്കര ഒരു ബ്ലെസ്സിങ്ങുമാണ്. എന്ന് വെച്ചാൽ കൊച്ചിയിൽ എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് സർക്കിൾ അല്ലാതെ ഇതൊരു വലിയൊരു കമ്മ്യൂണിറ്റിയിൽ, അതും ആക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ ഈ മ്യൂസിക്കൊക്കെ ഡിവൈസ് ചെയ്യുമ്പോൾ തന്നെ അതിനോട് ഇവർ റെസ്പോണ്ട് ചെയ്ത് ആക്ട് ചെയ്യുന്ന ആ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എൻ്റെ പരിപാടിയാണ്. അതപ്പം നമ്മളിതിൻ്റെ പ്രോസസ്സ് ആക്ച്വലി ഇതിൽ ഏറ്റവും വലിയ ഈ ഗ്രൂപ്പിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ എല്ലാവരും സിംഗേഴ്സാണ്.
നമ്മൾ എന്ത് ഐഡിയ കൊണ്ടുവന്നാലും എല്ലാവരും പാടും. അത് തനനം ആണെങ്കിലും അതായത് ഇതിലെ ഫൺ ആൻഡ് ക്വർക്കി ആയിട്ടുള്ള നമ്മൾ ഐഡിയാസ് ഒക്കെ നമ്മൾ ഡിവൈസ് ചെയ്യുന്നത് വിത്ത് ആക്ടേഴ്സ് തന്നെയാണ്. അപ്പം നമ്മൾ മ്യൂസിക് സാധാരണ നാടകങ്ങളിൽ ഒരു മ്യൂസിക് ഇങ്ങനെ ഒരു തിക്ക് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് പോകുന്നതിന് പകരം ഇതൊരു ചിൽഡ്രൻസ് പ്ലേ പോലെ ആയതുകൊണ്ട് നമ്മൾ വളരെ ക്വർക്കി ആയിട്ട് നമ്മൾ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ അത്തിമൂട്ടിൽ ഫാമിലിയുടെ ഒരു മെയിൻ തീമും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സീരിയസ് ത്രെഡ് ഓഫ് ടോപ്പിക്കും അവരുടെ ഈ വീട് നഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു തീമും പാരലലി ഈ കുട്ടികളുടെ എക്സ്പ്ലോറേഷൻ, അതായത് ഇവരെ വെക്കേഷന് വരുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, അപ്പോൾ ഇവരുടെ ഈ ആക്ടിവിറ്റീസിന് മ്യൂസിക് കൊടുക്കുക എന്നുള്ളതും അതും ഇതിൽ മ്യൂസിക് എല്ലാവരും കണ്ടതിന് ശേഷം ഞാൻ സിനിമയിലൊക്കെ മ്യൂസിക് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ പോലും ഇതിന് മ്യൂസിക്കിനോട് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യും, സ്പോണ്ടേനിയസ്ലി കരയൊക്കെ ചെയ്യുമ്പം അത് വെരി ഗ്രേറ്റ്ഫുൾ ലൈക്ക് ടു ദ ഹോൾ ടീം. അത് ഇത് ഡിവൈസ് ചെയ്ത പ്രോസസ്സും ഭയങ്കര, നമ്മൾ ആദ്യം സിനിമയിലൊക്കെ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ നാടകം മുഴുവൻ ഷൂട്ട് ചെയ്തു, എന്നിട്ട് അതിന്റെ മുകളിലൊക്കെ നമ്മൾ എന്ത് മ്യൂസിക് നമ്മൾ അതിങ്ങനെ ആ പ്രോസസ്സ് റോഷന് ഞാനിത് പിക്കു ആണ് ഇവരുടെ വോയിസ് ട്രെയിനർ ആയതുകൊണ്ട് ഇവർ പാടുന്ന എല്ലാ ഐഡിയാസും പിക്കുവും അന്ന് ഇത് ഭയങ്കര കൊളാബറേറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ പിക്കു ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആക്ടേഴ്സ് ഒക്കെ അതിൻ്റെ അകത്ത് വേറെ ചെറിയ ട്യൂണൊക്കെ അവർ പാടും. അപ്പൊ ഈ ട്യൂൺ കൊള്ളാം, ലുട്ടാപ്പി, ദർശന, എല്ലാവരും ഓരോ നെൽജയാണെങ്കിൽ പിന്നെ ഫുൾ എല്ലാ പാട്ടുകളുടെയും BGM സഹിതം അറിയാവുന്ന നെൽജ മറ്റേ പുതിയ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനും. അപ്പൊ എവ്രി വൺ ഇസ് പാർട്ട് ഓഫ് ദ മ്യൂസിക്. അപ്പൊ നമ്മൾ ഇത്തവണ മ്യൂസിക് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഞാനും ഗൗതമും കൂടെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഗൗതമാണ് പെർക്കഷൻസ്, യങ്ങസ്റ്റ് മെമ്പർ, 20s എനർജി അമംഗ്സ് ദ 30s പീപ്പിൾ. അതും ഗൗതമിന്റെ ഫസ്റ്റ് നാടകമാണ്. ഒരു കാര്യം പറയാനുണ്ട്, അത്തിമുട്ടിൽ താഴ്വാട്ടിലെ ഒരു ചെറിയ സംഭവമാണ് നമ്മുടെ നാടകത്തിന്റെ പ്രമേയമായിട്ട് വരുന്നത്. അത് ബൈ ബൈ ബൈപ്പാസ് എന്ന് പറയുന്ന ആ ഒരു പേരിൽ നിന്ന് ചെറുതായിട്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിനു മുന്നേ ഇവരുടെ ഇന്റർവ്യൂസ് പലതും ഇറങ്ങിയിട്ടുണ്ട്, അതിൽ നിന്ന് ഇവർ കൃത്യമായിട്ട് പ്രമേയത്തെ പറയുന്നുണ്ട്. ഇപ്പം ഇത്രയും സമയമായതുകൊണ്ട് നമുക്ക് അത് വിശദീകരിക്കാൻ സമയമില്ല. എന്തായാലും 31-ാം തീയതി ഇവരുടെ നാടകം തട്ടയിൽ കയറുകയാണ്. അന്ന് 31/1 അന്ന് നേരിൽ കണ്ട് ഈ എനർജി നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കൊരു പാട്ട് പാടി അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇതിനകത്ത് ഉള്ളത് വേണമെന്നില്ല, നമുക്ക് എല്ലാവർക്കും ഒരു ടീമിന്റെ ഒരു ഇതറിയാൻ വേണ്ടിയിട്ടാ, ഒരു പൾസ് അറിയാൻ വേണ്ടിയിട്ടാ ഒരൊറ്റ പാട്ട്. സ്വയംവരം 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 അവൾ ഓ